So number of children per family in each 25 families 1, 4, 3, 2, etc. So we consider the number of children as variable, that is 0, 1, 2, 3, etc. 4, and we put the tally mark, and then we count the number of families. So this is the distribution. So this is the frequency distribution. Example, and for the continuous data, ഇപ്പോൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ഡാറ്റ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? അത് എക്സാമ്പിൾ വഴിയായിട്ട് തന്നെ പോകാം നമുക്ക്, അതായിരിക്കും നല്ലത്. സോ ഹിയർ വി കൺസിഡർ ആൻ എക്സാമ്പിൾ ദാറ്റ് ഈസ് 1 to 2.9, then 3 to 4.9, 5 to 6.9, 8.9. അവിടെ ഫ്രീക്വൻസി നമുക്ക് കാണാൻ പറ്റും, ഫ്രീക്വൻസി. സോ യു ക്യാൻ മോഡിഫൈ, മനസ്സിലായില്ലേ? യു ക്യാൻ മോഡിഫൈ ദ ക്ലാസ്സസ് ആസ് ലൈക്ക് ദിസ്. അതായത് ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്ന രീതിയിൽ, ഒന്ന് അവസാനിക്കുന്നിടത്ത് അടുത്തത് ആരംഭിക്കുന്നു, ആ രീതിയിൽ നമുക്ക് ക്ലാസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ instead of 1 to 2.9 we write like this: 0.95 to 2.95 and 2.95 to 4.95, 4.95. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി വന്നു, മനസ്സിലായില്ലേ? So we have to modify the classes like that. We have already discussed in that. Then so this is a example, and we consider another example. This is construct a frequency distribution for the following data. ഇവിടെ നമുക്ക് കുറച്ച് ഡാറ്റകൾ തന്നിട്ടുണ്ട്, 70, 45. എന്തിൻ്റെയാണെന്ന് പറഞ്ഞിട്ടില്ല. എനിവേ നമുക്ക് ഡാറ്റ ആയിട്ട് കണക്കാക്കാം, മാർക്കാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. 70, 45, 33, 64, 50, 25, etc. up to 42. So we can classify. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ പോലെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ ഡിസ്ക്രീറ്റ് ഡാറ്റ നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആക്കി മാറ്റാൻ പറ്റും. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് 20 to 29. അതിൽ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടെന്ന് നോക്കി. ഇത് ഡിസ്ക്രീറ്റ് കേസിലാണ് ഇങ്ങനെ ചെയ്യുന്നത്, മനസ്സിലായി? കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒന്ന് അവസാനിക്കുന്ന ഒരു ഇൻ്റർവൽ അവസാനിക്കുന്നിടത്ത് അടുത്ത ഇൻ്റർവൽ ആരംഭിക്കണം. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ നമുക്ക് ഇതിപ്പോൾ കൗണ്ട് ആണല്ലോ, നമ്പർ ആണല്ലോ എന്നിരിക്കുന്നത്, ഡിസ്ക്രീറ്റ് ഡാറ്റയാണ് എന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിതിന് ടാലി ഇട്ട് അതിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യാം. സോ ഇത് ഏകദേശം ഒരു 10 ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ 9 ഡിസ്റ്റൻസുള്ള ഡിഫറൻസുള്ള ക്ലാസ്സസ് ആണ് കൺസിഡർ. 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69, 70 to 79. So we put tally mark there and we count the number, actual number. So that is 40. Okay. So in this way we can construct the frequency distribution of discrete as well as continuous data. Okay. കണ്ടിന്യൂസ് ആകുമ്പോൾ നമ്മൾ ഈ രീതിയിൽ അതിനെ നമ്മൾ അതിൻ്റെ മിഡിൽ ടൈമിലേക്ക് കൊണ്ടുവന്ന് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം. അതാണ് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് കുമുലേറ്റീവ്? കുമുലേറ്റീവിൻ്റെ അർത്ഥം തന്നെ ആഡ് ചെയ്ത് പോകുക എന്നുള്ള അർത്ഥത്തിലാണ് കുമുലേറ്റീവ്, മനസ്സിലായില്ലേ? കുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ്? ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ട് 0 to 10, 2 ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 2, 10 to 20, 5. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കുക. 20 to 30, 8, 30 to 40, 10, 40 to 50, 7, 50 to 60, 3. സോ ഈ ക്ലാസ്സിൻ്റെയൊക്കെ അപ്പർ ലിമിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് ആദ്യത്തെ 10, രണ്ടാമത്തെ 20,
മൂന്നാമത്തെ 30, 40, 50, 60. ഓക്കെ, അത് ജസ്റ്റ് തന്നെന്ന് മാത്രമേ നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നൗ വി ആഡ് ദീസ് ഫ്രീക്വൻസീസ്. ഫസ്റ്റത്തേന് നമ്മൾ അത് തന്നെ എടുക്കുന്നു. രണ്ടാമത്തേന് ആ ക്ലാസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയും. ഇപ്പോൾ 5 + 2. മൂന്നാമത് എടുക്കുമ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുമ്പോൾ വി വിൽ ടേക്ക് ദ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ക്ലാസ് പ്ലസ് ഫ്രീക്വൻസി ഓഫ് പ്രീവിയസ് ക്ലാസ്സസ്. 8 + 5 + 2. ഓക്കെ, പിന്നെ വീണ്ടും നാലാമത്തെ ക്ലാസ് എടുത്തു. അപ്പോൾ അതിൽ ഫ്രീക്വൻസി 10 ആണ്. അപ്പോൾ അതിൽ കുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 + 8 + 5 + 2 ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ 7 + 10 + 8 അങ്ങനെ എടുത്തു. സോ ഇങ്ങനെ നമ്മൾ കുമുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്ത് പോകുന്നതിനാണ് പറയുക. ഇതിന് ഈ ഒരു പ്രൊസീജിയറിന് ആഡ് ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ സബ്സ്ട്രാക്ട് ചെയ്ത് പോകുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിന് പറയുന്ന ഒരു പേരാണ് cumulative frequency, less than cumulative frequency. Okay, and our definition is cumulative frequencies are determined in either less than basis or more than basis. So this is less than cumulative frequency. So what will be greater than cumulative frequency? ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? ടോട്ടൽ ആഡ് ചെയ്യും. അതിനുശേഷം അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് ടോട്ടൽ നമ്പർ ആവും. ഫസ്റ്റ് ക്ലാസ്സിൽ വരുന്നത് ടോട്ടൽ നമ്പർ, അത് 235. ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യും. എന്നിട്ട് സെക്കൻഡ് ക്ലാസ്സിൻ്റെ നേരെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കുറയ്ക്കും. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ എത്രയായിരുന്നു? 2 ആയിരുന്നു. അപ്പോൾ 2 കുറച്ചു. 3 + 7 + 10 + 8 + 5 + 2 ഇല്ല, അപ്പോൾ അതെടുത്തോളൂ. നെക്സ്റ്റ് തേർഡ് ക്ലാസ്സിൻ്റെ നേരെ നമ്മൾ ഫസ്റ്റത്തേന് സെക്കൻഡിൻ്റെയും നമ്മൾ കുറയ്ക്കും. ഫോർത്ത് ക്ലാസ്സിൻ്റെ നേരെ നമ്മൾ ഫസ്റ്റത്തേൻ്റെ സെക്കൻഡും തേർഡിൻ്റെയും കുറയ്ക്കും. അങ്ങനെ കുറച്ച് അവസാനം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ? സോ ആ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി മാത്രമാണ്. ഇതിനാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ ആണോ? ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്ലിയർ ആണോ? ലിഡിയ വിജയ്, ക്ലിയർ ആണോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ, ധൈര്യമായിട്ട് ചോദിച്ചോ. ഞാനത് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അശ്വതി ബാബു. സർ, കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് വരുന്നത് സർ? അതെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഭയങ്കര നെറ്റ്വർക്ക് പ്രോബ്ലം ആയിട്ടൊന്നും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം ഇപ്പൊ എടുത്തത് മനസ്സിലായി, പക്ഷെ കഴിഞ്ഞ ക്ലാസ് ആയിട്ട് അത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ് ടോട്ടലി നെറ്റ്വർക്ക് ആയി പ്രോബ്ലം ആയിട്ട്, അപ്പൊ സാർ ഒന്നും കൂടി പറഞ്ഞൊക്കെ തരാന്ന് പറഞ്ഞിട്ടുണ്ടായി. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. അതായത് ഒരു മിനിറ്റ്, ഞാൻ അതൊന്നൊരു ഒന്ന് എടുക്കട്ടെ. അത് ഇത് തന്നെയാണ് നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് പറഞ്ഞത്. എന്നാലും ആ പുസ്തകം എടുക്കാം. ഞാനിപ്പോൾ ഇത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സമയം നഷ്ടം വരും. അതുകൊണ്ടാണ് ഞാൻ പുസ്തകത്തിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് അത് തന്നെയല്ലേ സൗകര്യം? പുസ്തകത്തിൽ എഴുതുന്നത് തന്നെയാണല്ലോ. അപ്പം ഞാൻ എഴുതുമ്പോൾ ഇനി അതിൽ തെറ്റൊന്നുമില്ല, കറക്റ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും മതിയല്ലോ. എഴുതുമ്പോൾ നമുക്ക് അത്ര സമയം നഷ്ടപ്പെടും. അപ്പം നമ്മൾ അവസാനം ഒരുപാട് ഫാസ്റ്റിൽ പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സിങ് വരും. ഇതാകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പല പുസ്തകങ്ങൾ എക്സാമ്പിൾസൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഞാനൊന്നുകൂടി പറയാം.
ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ സാർ കാണുന്നുണ്ട്. ഇതൊരു ഡാറ്റയാണ്, ഡിസ്ക്രീറ്റ് ഡാറ്റ. കുറച്ച് മാർക്ക് തന്നിരിക്കുന്നത്, മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് ഓഫ് 250 കാൻഡിഡേറ്റ്സ്. സോ നമുക്കിങ്ങനെ നമ്മൾ ഡാറ്റ ഇതേപോലെ നമ്മളൊരു ഷീറ്റിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വി കനോട്ട് മേക്ക് എ ഇൻഫറൻസ് ഓർ ഡിസിഷൻ അബൌട്ട് ദിസ് ഗ്രൂപ്പ്. ഓക്കെ, സോ വി ഷുഡ് ഹാവ് സം പ്രിസൈസ് കൃത്യമായിട്ട് നമുക്ക് ഇങ്ങനെ മുഴുവൻ കാണിക്കാതെ വളരെ പിൻ പോയിന്റഡ് ആയിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. ഓക്കെ, ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് പുട്ടിംഗ് take all the data and put tally mark against that values. അപ്പോൾ എല്ലാ വാല്യൂസും നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഇപ്പം 15ൻ്റെ നേരെ 2 ആണ് കാണുന്നത്. അത് 2 പ്രാവശ്യം 15 ആ ഡാറ്റയിൽ വന്നിട്ടുണ്ട്. സോ വി ക്യാൻ പുട്ട് ടാലി മാർക്ക് ദെയർ ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഇസ് ഡിനോട്ടഡ് ഇൻ ഫിഗേഴ്സ്. സോ യു ഗെറ്റ് സം ഐഡിയ അബൌട്ട് ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ ഹയസ്റ്റ് ഫ്രീക്വൻറ്റ് മാർക്ക് ഈസ് 38 അല്ലേ? 17 കണ്ടില്ലേ? 17 ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ആയിരുന്ന മാർക്ക്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏകദേശം കുട്ടികളുടെ മാർക്ക് ഇപ്പം നമുക്ക് കൂടുതൽ ഫ്രീക്വൻസി 31ൻ്റെയും 50 അല്ലെങ്കിൽ 53ൻ്റെ ഇടയിലാണെന്ന് പറയാം മെജോറിറ്റി. ബാക്കിയൊക്കെ 1, 2 ഒക്കെ വരുള്ളൂ മാർക്ക് വേരിയേഷൻ. സോ we can make an assessment like that. The mark of students, most of the mark lies between 30 and 50 or 30 and 54, and some mark are before that 30 and some mark are after that 55. പക്ഷേ മെജോറിറ്റി ആ ഒരു സ്ഥലത്താണ് കാണുന്നത്. അതൊരു നല്ല ഇൻഫർമേഷൻ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ടേബിളാണോ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ്? സെക്കൻഡ് ടേബിൾ. അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് ഇൻഫറൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ. ഓക്കെ, നൗ വി കൺസിഡർ. വീണ്ടും നമുക്ക് ഇതും കുറച്ചും കൂടി അധികമുണ്ട് അല്ലേ? വീണ്ടും നമ്മൾ ഫ്രീക്വൻസി ആക്കിയാലും എണ്ണത്തിൽ കുറവൊന്നുമില്ല. സോ വി ഹാവ് ടു മേക്ക് അഗൈൻ വി ക്യാൻ മേക്ക് പ്രിസൈസ് ഇൻഫർമേഷൻ. സോ യു ക്യാൻ ക്ലാസിഫൈ ലൈക്ക് ദിസ്. ഇതുണ്ടല്ലോ 15 മുതൽ 19 വരെ, 20 മുതൽ 24 വരെ, 25 മുതൽ 29 വരെ, അങ്ങനെ ഒരു ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഒരു 4 ഡിസ്റ്റൻസിലുള്ള ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് അവിടെയുള്ള ടോട്ടൽ ഫ്രീക്വൻസി 15 മുതൽ 19 വരെ എത്രയാണ്? 15ൽ 2, 17ൽ 3, 18ൽ 2, 19ൽ 2. അപ്പം 2 + 3 5, 5 2 7 9. ആ 9 നമ്മളിവിടെ എഴുതി. മനസ്സിലായില്ലേ? ഇനി 20 മുതൽ 24 വരെ അത് ആ റീജിയനിലുള്ള. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു ഡാറ്റ എഴുതി 11. അങ്ങനെ ഓരോ ക്ലാസ്സിലും നമ്മൾ ഫ്രീക്വൻസി എഴുതി. സോ ദിസ് ഈസ് ദ ക്ലാസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഡിസ്ക്രീറ്റ് ഡാറ്റ. ഇതൊരു ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്, മാർക്ക്. മനസ്സിലായി? സോ ദിസ് ഈസ് എ ഗുഡ് റെപ്രസെൻറ്റേഷൻ. ഓർ യു ക്യാൻ നമുക്കിപ്പോൾ പറയാൻ പറ്റും എന്താണ്, ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മാർക്ക് കിട്ടിയിരിക്കുന്നത്? 54 ഉണ്ട്, 45 ഉണ്ട്, 44. അതായത് 30 മുതൽ പിന്നെ ഒരു 37 കൂടി ഉണ്ട്, വേണമെങ്കിൽ 26 കൂടി കൂട്ടാം 54. അപ്പം നമുക്ക് കണ്ടില്ലേ, ഒറ്റയടിക്ക് പറയാൻ പറ്റി 30 മുതൽ 54 വരെയാണ് ഏകദേശം മെജോറിറ്റി കുട്ടികളുടെ മാർക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്താണ് ഡിസിഷൻ വെച്ചാൽ അതെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനെ കുറിച്ച് ഇത്ര മാർക്കുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. So this is the first method we have discussed. അതിൻ്റെ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ കണ്ടപ്പോൾ ക്ലിയർ ആണ്. വാട്ട് ആർ ദ കണ്ടീഷൻ? ദ ക്ലാസ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻ ആൻഡ് ഷുഡ് നോട്ട് ബി ലീഡ് ടു എനി ആംബിഗ്വിറ്റി. ദ ക്ലാസ് ഷുഡ് ബി എക്സ്ഹോസ്റ്റീവ്. അവസാനിച്ചെടുത്ത് പിന്നെ അടുത്ത ക്ലാസ് വരുമ്പോൾ അത് മിങ്കിൾ ചെയ്യാൻ പാടില്ല, എക്സ്ഹോസ്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ദ ക്ലാസ് ഷുഡ് ബി മ്യൂച്വലി എക്സ്ക്ലൂസീവ്, നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കണം. ദ ക്ലാസ് ഷുഡ് ബി ഓഫ് ഈക്വൽ വിഡ്ത്ത് ആയിരിക്കണം. സോ അങ്ങനെ സം റൂൾസ്, അത് നമ്മൾ ഇപ്പം നമ്മൾ കണ്ട എക്സാമ്പിളിൽ ഉള്ള റൂൾസ് തന്നെയാണ്. അത് തന്നെയാണ് ഒരു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ. ഓക്കെ, നൗ വി കൺസിഡർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ആകുമ്പോൾ ഉദാഹരണം ടെമ്പറേച്ചർ. Okay, temperature is a continuous value. Okay, and age.
നമ്മൾ ഒരിക്കലും ബ്രേക്ക് ആവുന്നില്ല, നമ്മുടെയൊക്കെ വയസ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഡാറ്റ. സോ വി ഹാവ് ടു മേക്ക് ദ ക്ലാസിഫിക്കേഷൻ ഫോർ ദ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഇവിടെ നോക്കാം, ഏജിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഏജ് ഇസ് ബിലോ 5. ഇത് ഇൻ ഇയേഴ്സിലാണ് തന്നിരിക്കുന്നത്. 5 or more and less than 10. 10 or more and less than 15. 15 or more less than 20. 20 or more but less than 25 and so on. So this is a classification of age. ഇതൊരു കണ്ടിന്യൂസ് ഡാറ്റയാണ്. കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് അല്ല. ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്തു 1, 2, 3, 4 എന്നൊക്കെ. കണ്ടിന്യൂസ് ആകുമ്പോൾ അത് അതിനൊരു ബ്രേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുന്ന പോലെ, മനസ്സിലായില്ലേ? നമ്മൾ മെഷർ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ടായിരിക്കും മെഷർ ചെയ്യുക. ഇപ്പോൾ 10 ഡിഗ്രി 11 ഡിഗ്രി എന്നൊക്കെ പറയുകയാണെങ്കിലും ആക്ച്വലി അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഫ്ലഡ് ലെവൽ കൂടില്ലേ, ഫ്ലഡിൻ്റെ അല്ലെങ്കിൽ ഒരു വാട്ടർ ലെവൽ ഇൻ ദ ഡാം, അത് നമ്മൾ കൂടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കൂടും കുറയും. അപ്പോൾ അത് അങ്ങനെയുള്ളതാണ് കണ്ടിന്യൂസ് ഡാറ്റ. സോ ദാറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ലൈക്സ്. അതായത് ഈ കണ്ടിന്യൂസ് ഡാറ്റയുടെ പ്രത്യേകത വെച്ചാൽ ഒരു ക്ലാസ് അവസാനിക്കുന്നിടത്താണ് അടുത്ത ക്ലാസ് ആരംഭിക്കുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ അത് ഉണ്ടാവില്ല. ഇപ്പോൾ 5 നമ്മൾ രണ്ടിലും കാണുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ 5 ആദ്യത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം, രണ്ടാമത്തിൽ 5ന് ശേഷമുള്ള വാല്യൂസ് ആഡ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉചിതം, പക്ഷേ എല്ലാത്തിനും ഒരു പാറ്റേൺ ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ മിക്കവാറും ചെയ്യുക 5 ആദ്യത്തേൽ ഉൾപ്പെടുത്തും, രണ്ടാമത്തേൽ 5ന് ശേഷം 5+, 5 ആദ്യത്തേൽ ഉൾപ്പെടുത്തും, 5ന് ശേഷമുള്ളത് അടുത്തേലായിരിക്കും വരിക. അങ്ങനെയാണ് സാധാരണ നമ്മൾ എടുക്കാറ്. ഇപ്പം ഇവിടെ കാണുമ്പോൾ 1ൽ 5 അവസാനിക്കുന്നു, അടുത്ത 5ൽ ആരംഭിക്കുന്നു. അടുത്ത 5ലല്ല 5+ലാണ് ആരംഭിക്കുക. ഓക്കെ, 5ന് ശേഷമുള്ള ആദ്യത്തെ നമ്പറിൽ. സോ ദിസ് ഫോം ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോൺ ആസ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഓരോ ക്ലാസ്സിലുള്ള ഫ്രീക്വൻസി നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അപ്പം ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ നല്ലൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ്. എവിടെയാണ്? ഇതല്ലേ നമ്മളത് ഈ ഒരു എക്സാമ്പിൾ ഒരു കണ്ടിന്യൂസ് ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, നൗ സോ ഹൗ ക്യാൻ വി എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ദ പാറ്റേൺ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏതൊരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും. വി ക്യാൻ സി സം ഗ്രാഫ്. ഏത് ഗവൺമെൻറ് റിപ്പോർട്ട് ഞാൻ മുൻപിൽ ഒരിക്കലും നിങ്ങളെ കാണിച്ചു. ഗവൺമെൻറ് റിപ്പോർട്ട് നോക്കിയാലും ഹിസ്റ്റോഗ്രാം, ഏത് റിപ്പോർട്ട് നോക്കിയാലും നമുക്ക് വി ക്യാൻ സി സം സെവറൽ ഗ്രാഫ്സ്. സോ വൺ അമംഗ് ദി ഗ്രാഫ് ഈസ് ഹിസ്റ്റോഗ്രാം. വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം? ഇതാ ഈ കാണുന്നതൊക്കെ ഹിസ്റ്റോഗ്രാമാണ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഹിസ്റ്റോഗ്രാം കാണുമ്പോൾ അറിയാം സിമെട്രിക് ആൻഡ് ബെൽ ഷേപ്പ്ഡ്, ഏകദേശം സിമെട്രിക് ആണ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ ഡാറ്റയും നമ്മൾ നേരത്തെ കണ്ട ഡാറ്റയും ഏകദേശം സിമെട്രിക് ബെൽ ഷേപ്പ്ഡ് ആണ്. പച്ച സിമെട്രിക് ബെൽ ഷേപ്പ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയാനാണ് ഈ ഗ്രാഫ് ഉപയോഗിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ, ഈ ഒരു ഡാറ്റയും ഏകദേശം ബെൽ ഷേപ്പ്ഡ് സിമെട്രിക് ആണ്, ഉണ്ടല്ലേ? നടുവിലാണ് കൂടുതൽ വരുന്നത്, രണ്ടറ്റത്തേക്കും ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അങ്ങ് അത്ര മനസ്സിലായില്ലെങ്കിൽ കൂടി അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഗ്രാഫ്സ്. സോ വൺ ഓഫ് ദി ഗ്രാഫ് ഈസ് ഹിസ്റ്റോഗ്രാം. സോ വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം? ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സ് ആക്സിൽ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ മാർക്ക് ചെയ്യും, വൈ ആക്സിസിൽ അതിൻ്റെ ഫ്രീക്വൻസി മാർക്ക് ചെയ്യും. ഇതുണ്ടല്ലേ ഒരു വേറെ എക്സാമ്പിൾ, 0 to 10 അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഹൈറ്റിനനുസരിച്ച് ഒരു ഹിസ്റ്റോഗ്രാം. 10 to 20 അതിൽ വരുന്ന ഫ്രീക്വൻസിയാണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ 300 ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. 20 to 30 അതിൻ്റെ ഫ്രീക്വൻസി ഒരു 260 ഉണ്ടാവും. 30 to 40 അതിൻ്റെ ഫ്രീക്വൻസി ഒരു 400 ഉണ്ട്. 40 to 50 അതിൻ്റെ ഫ്രീക്വൻസി ഒരു 550. അപ്പോൾ ആ ഫ്രീക്വൻസിയാണ് ഇതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇൻ്റർവെൽ ഈസ് ഇൻ ദ എക്സ് ആക്സിസ്. So this is an example of histogram. Another is this one is an example. Histogram ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. 14.5 19.5 വരെ, 19.5 24.5 വരെ, 24.5 29.5 അങ്ങനെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതിൻ്റെ
അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഗെറ്റ് ആൻ ഐഡിയ ദാറ്റ് സെൻട്രൽ വാല്യൂസ് ഓൾമോസ്റ്റ് അറൌണ്ട് 39.5. ഒറ്റ ഗ്ലാൻസ് നമുക്കൊരു ഐഡിയ കിട്ടും. സോ ദാറ്റ് ഈസ് ദ ഐഡിയ. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫ് ഈസ് histogram. Okay, and ഓക്കെ, അതുപോലെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഫിഗർ തരാം. ഫ്രീക്വൻസി കുറേ ഗ്രാഫ് ഉണ്ട്, പിന്നെ ഒന്നിനോട് ഗ്രാഫ് ഞാൻ കാണിക്കാം. ഫ്രീക്വൻസി പോളിഗൺ ഇതുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ കാണുന്നതാണ്. ഓരോ ഹിസ്റ്റോഗ്രാമിൻ്റെ ആ പില്ലറിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ സെൻട്രൽ വാല്യൂ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈൻ കാണാം, ഉണ്ടല്ലേ? ഇതിനെയാണ് പറയുക ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കാണാം. ഇത് ശരിക്കും ആക്ച്വലി ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രൽ വാല്യൂവിൽ കൂടെ ഒരു ഗ്രാഫ് വരച്ചാണ്. പേപ്പറിലൊക്കെ ഇങ്ങനെയാണ് കാണാം മിക്കവാറും നമ്മളൊക്കെ കാണാറുള്ളത്. ഇങ്ങനെയും കാണാറുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയാണ്. ഇതൊക്കെ ഫ്രീക്വൻസി ഹിസ്റ്റോഗ്രാം ആൻഡ് ഫ്രീക്വൻസി പോളിഗൺ ആണ് ഇതെല്ലാം. ഓക്കെ, ദിസ് വിൽ ഗിവ് ആൻ ഐഡിയ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡാറ്റ. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലൊക്കെ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് 1 by 1 ആയിട്ട് ഞാനിനി ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തരുന്നതിനേക്കാൾ നല്ല ഇത് നോക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു തരും, നിങ്ങൾക്ക് ചെയ്തു തരും. ഓൾറെഡി ഉള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഞാൻ എഴുതുന്നില്ല, നമുക്ക് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പുതിയൊരു കാര്യം കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. കുമുലേറ്റീവ് ഫ്രീക്വൻസി അത് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, ഗ്രേറ്റർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. So less than cumulative frequency is obtained by adding the frequencies one by one. The greater than cumulative frequency is obtained by taking the total frequency and subtracting the corresponding class the previous class frequencies from the total. അങ്ങനെയാണ് നമ്മളത് greater than cumulative frequency കണ്ടുപിടിക്കുക. So you may be able to എന്താണ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അവിടെ ഉണ്ടാവും. പ്രോബ്ലംസ് ഇവിടെ നമുക്ക് ഒരു 25 ചോദ്യം ഉത്തരങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ചോദ്യങ്ങൾ എന്താണ് പ്രോബ്ലംസ് നിങ്ങൾക്കതിൽ ചെയ്യാൻ പറ്റും. 2 പ്രോബ്ലം ഉണ്ട്, 24 ഉണ്ട്, 25 ഉണ്ട്. ആ 24ഉം 25ഉം ആ 2 പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് എനിക്ക് മൂഡിൽ എല്ലാവർക്കും കയറാൻ പറ്റുന്നില്ലേ? മൂഡിൽ പ്ലാറ്റ്ഫോമിൽ പറ്റുന്നുണ്ടോ? ഹലോ, യെസ് സാർ. ഓക്കെ, സോ ആ മൂഡിൽ സബ്മിറ്റ് ഈ പ്രോബ്ലം എല്ലാം ഞാൻ പറയുന്നില്ല. 24ഉം 25ഉം അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പോലെ ക്ലാസ് ഫ്രീക്വൻസി കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്യുക. അതിന് 10 തുറന്നു. So അപ്പം ഞാൻ പറഞ്ഞത് ഓക്കെ. ഇനിയാണ് നമ്മൾ അപ്പോൾ ഇത്രയും കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ റിയൽ അനാലിസിസിലേക്ക് പോവാണ് അല്ലേ? അതിൽ
രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൽ. ഓക്കെ, സോ വാട്ട് ഈസ് ദ റിക്വയർമെൻറ്റ് ഓഫ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി? എന്താണ് ഒരു സെൻട്രൽ വാല്യൂ കൊണ്ടുള്ള ഗുണം? നമ്മൾ ഗാലക്സി കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗാലക്സീൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കാണുമ്പോൾ നമുക്കറിയാം ഈ ഗാലക്സിയിലുള്ള എലിമെൻറ്റ്സ് ഈ ഒരു സെൻട്രൽ വാല്യൂവിനോട് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഒരു സെൻട്രൽ വാല്യൂവിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ഡാറ്റ മുഴുവൻ കിടക്കുന്നത്. ആ സെൻട്രൽ വാല്യൂവിനോട് ക്ലോസ് ആയിട്ട് ഡാറ്റകൾ കിടക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ വാല്യൂവിന് അടുത്ത് കൂടുതൽ ഫ്രീക്വൻറ്റും സെൻട്രൽ വാല്യൂവിന് അകലും തോറും കുറച്ച് ഡാറ്റ കുറഞ്ഞു വരുന്നു. ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം, ഇവിടെ സെൻട്രൽ വാല്യൂ 8 ആണ്. 8ൽ കൂടുതൽ ഫ്രീക്വൻസി ഉണ്ട്. 8ൽ 7ലും 9ലും കൂടുതലുണ്ട്, അതേസമയം 8ലുള്ള പോലെ ഇല്ല, കുറച്ച് കുറവുണ്ട്. 6ലും 10ലും എന്നാലും ഒരു പകുതി ഡാറ്റയേ ഉള്ളൂ. 5ലും 11ലും വന്നപ്പോൾ കുറച്ചും കൂടി കുറഞ്ഞു. 4ലും 12ലും വന്നപ്പോൾ തീരെ കുറഞ്ഞു, പിന്നെ അങ്ങ് ഇല്ലാതായി. ഓക്കെ, സോ വിച്ച് ഈസ് എ സെൻട്രൽ വാല്യൂ? 8 അല്ലേ? ഇത് കാണുമ്പോൾ ഏതാണ് സെൻട്രൽ വാല്യൂ തോന്നുന്നത്? അഞ്ചു അഗസ്റ്റിൻ, 5. അപ്പോൾ സെൻട്രൽ വാല്യൂ എന്താ മനസ്സിലായില്ല? ആ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ നമുക്കൊരു ഡാറ്റ തന്നാൽ ആ ഡാറ്റയിലെ സെൻട്രൽ വാല്യൂ എങ്ങനെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്താണ്? ഇതേപോലെ നമ്മൾ ഗ്രാഫ് വരയ്ക്കേണ്ടി വരും അല്ലേ? പക്ഷേ അതല്ലാതെ തന്നെ നമുക്ക് സെൻട്രൽ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ, ഗ്രാഫ് വരയ്ക്കാതെ തന്നെ നമുക്ക് സെൻട്രൽ വാല്യൂ കിട്ടുകയാണെങ്കിൽ, അതിന് വല്ല ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ പോപ്പുലേഷൻ്റെ സെൻട്രൽ വാല്യൂ അറിഞ്ഞാൽ, വേറെ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ സെൻറ്റ് തോമസിലെ മാത്തമാറ്റിക്സ് ബി ബാച്ച് പഠിക്കുന്ന കുട്ടികളുടെ എല്ലാവരെയും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് 80% ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏകദേശം 80%, 85%, 90%, 70% കുട്ടികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാർക്ക് എടുത്താൽ അതിൻ്റെ സെൻട്രൽ വാല്യൂ എടുത്താൽ ഒരു 95 എന്ന് കിട്ടിയിരിക്കും, ആവറേജ് മാർക്ക് 95. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നല്ല മാർക്കുള്ള കുട്ടിയാണെന്നുള്ളൊരു അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻട്രൽ വാല്യൂസ് നമ്മൾ മെഷർ ചെയ്യണം. സോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ്? ഡാറ്റയുടെ സെൻട്രൽ വാല്യൂസ്. There are 5 major central values. One is arithmetic mean, then geometric mean, then harmonic mean, then median and mode. Okay, so there are 5, actually there are 3 central values: mean, median, mode. ആ മീനിൽ തന്നെ 3 ടൈപ്പ് മീൻ ഉണ്ട്: arithmetic mean, geometric mean, harmonic mean. Okay, then median and mode. So what is arithmetic mean? Arithmetic mean വളരെ സിമ്പിൾ ആണ്. എന്താണ്? നമുക്കൊരു ഡാറ്റ തന്നാൽ, സപ്പോസ് you are given the data x1, x2, xn. So what is arithmetic mean? That is x1 plus x2 plus x3 plus xn by n. എല്ലാം ആഡ് ചെയ്യുക, അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഓക്കെ, സോ അതാണ് അരിത്തമെറ്റിക് മീൻ. പക്ഷേ ഈ അരിത്തമെറ്റിക് മീൻ ആണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. മെജോറിറ്റി പ്ലേസിലും അരിത്തമെറ്റിക് മീൻ ആണ് ഉപയോഗിക്കുന്നത്. സോ ദിസ് ഈസ് ദ അരിത്തമെറ്റിക് മീൻ ഫോർ ദി ഡാറ്റ. Now
the equation for that arithmetic mean is x bar that equal to summation. ഇവിടെ സമ്മേഷൻ എക്സ് ബൈ എൻ എഴുതിയിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണ്, അത് ഞാനിങ്ങനെ എഴുതാം. ഇത് ശരിക്കും പറഞ്ഞാൽ arithmetic mean equal to എത്ര ഡേറ്റ ഉണ്ട് അത്രയും ഡേറ്റ എടുത്ത് ആഡ് ചെയ്യുക. അതിനുശേഷം അതിന് നമ്മൾ എന്ത് ചെയ്യും, എത്ര ഡേറ്റയാണ് അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് യൂഷ്വലി കോൾഡ് അരിത്തമെറ്റിക്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ സമ്മേഷൻ i from 1 to n നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അത് എഴുതണം കേട്ടോ. ഓക്കെ, എക്സ് ബാർ എന്നൊക്കെയുള്ള രീതിയിൽ എഴുതണം. സോ ഇവിടെ കാണുന്നില്ല എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ i from 1 to n xi by n. സിഗ്മ സിമ്പിൾ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ട പോലെ ഡാറ്റ റിപ്പീറ്റ് ചെയ്തിട്ടാന്ന് വിചാരിക്കുക. ഫ്രീക്വൻസി ഉള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് വിചാരിക്കുക. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതാണ് ചോദ്യം. സോ ഫോർ ഈച്ച് ഡാറ്റ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ഡാറ്റ x1 x2 xn there will be some frequencies. x1 repeated f1 times, x2 repeated f2 times, etc. xn repeated fn times. So then in that case we take the arithmetic mean as f1 x1 plus f2 x2 plus etc. fn xn whole divided by f1 plus f2 plus etc. fn. ഓരോ ഡാറ്റയും ഫ്രീക്വൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ആഡ് ചെയ്യുന്നു, ദെൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി. ഓക്കെ, denoted as summation fi xi. So I will write that formula here. ഞാൻ ഈ പറയുന്നത് ക്ലിയർ ആണോ? Yes sir. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കണം കേട്ടോ. ഷിഫ്ന Yes sir. ക്ലിയർ ആണോ? Yes sir. ഓക്കെ, ഇതൊക്കെ ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സോ വി വിൽ ടേക്ക് x1 that will multiply with f1 plus x2 f2 plus etc. fn xn all divided by, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, divided by total frequency. അതിന് നമ്മൾ n കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, so this is actually where n equal to n എന്താണ്, where n equal to f1 plus f2 plus etc. plus fn.
ടോട്ടൽ ഫ്രീക്വൻസിയാണ് എൻ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എൻ. സ്മോൾ എൻ ആകുമ്പോൾ നമ്മൾ ഫ്രീക്വൻസി വിചാരിച്ചിരിക്കേണ്ട, ടോട്ടൽ നമ്പർ എന്ന് മാത്രമേ ആവുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി അരിത്തമെറ്റിക് മീൻ ഓഫ് ദി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ ഈ രണ്ട് ഫോർമുലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ്റെ രണ്ട് ഫോർമുല എന്താണ്? എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ ആൻഡ് പിന്നെ എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വേർ n is equal to f1 plus f2 plus etc. fn. Okay. So we consider two examples. Here the following data indicate daily earnings of 40 workers in the factory. 5 രൂപ, 6 രൂപ, 7 രൂപ, 8 രൂപ, 9 രൂപ. അത് നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട്? 3, 8, 12, 8 രൂപ കിട്ടുന്ന 10 പേര്, 9 രൂപ കിട്ടുന്ന 7 പേര്. സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ആവറേജ്? ജസ്റ്റ് എന്താണ് ടേക്ക് ദ എന്ത് ചെയ്യാം, ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ so x1 is 5 ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 3. പിന്നെ അടുത്തത് 6 ഇൻറ്റു അതിൻ്റെ ഫ്രീക്വൻസി 8. പിന്നെ 7 ഇൻറ്റു 12. അടുത്തത് 8 ഇൻറ്റു 10. അടുത്തത് 9 ഇൻറ്റു 7. ടോട്ടൽ ഫ്രീക്വൻസിയാണ് എത്രയാണ്? 8, 3, 11, 22, 23, 33, 40. So what is the answer? 15, 8, 48, അപ്പോൾ 40, 58, 58 കിട്ടിയ നോക്കാം. 290 ആണ് തന്നത്. 290 ബൈ 40. So the answer is 7.24. So that is the arithmetic mean. ഇനി നമുക്കൊരു ക്ലാസ് ഫ്രീക്വൻസി തന്നു വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുക? അപ്പോൾ അവിടെ ക്ലാസ് ആണ് അല്ലേ? അപ്പോൾ ക്ലാസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസ് ആകുമ്പോൾ നമ്മൾ മിഡ് വാല്യൂ എടുക്കണം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് ഫോർ ദ ഫോളോയിങ്. ക്ലാസ് is 0 to 4, 4 to 8, 8 to 12, 12 to 16. The frequencies are 1, 4, 3 and 2. So take the mid value as x value. 0 to 4 ന്റെ mid value 2, 4 to 8 ന്റെ 6, 8 to 12 ന്റെ 10, 12 to 16 ന്റെ 14. അങ്ങനെ mid values എടുത്തു. So these mid values are taken and then we consider this mid values are x values. So then take the product value fx, f into x and x into f, that is 2, 4 into 6 24, 3 into 10 30, 2 into 40 28. അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അതാണ് സമ്മേഷൻ ഐ ഫ്രം 1 to n എക്സ് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഐ. So the x bar is summation I from 1 to n fi xi by n, that is 84 by total frequency 10, that is already calculated here. Then the average is 8.4. Okay. അത്ര മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ് ടു ദിസ് യു റൈറ്റ്